ചാനൽ ഫ്രീസ് ആവുന്നുണ്ടോ? 10-100 വ്യൂസ് കിട്ടിയതിനു ശേഷം 2 മിനിറ്റിൽ തന്നെ വലിയ വിഷമം ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ വീഡിയോസിന് ഏതൊക്കെ സോഴ്സ് നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി എന്ന് വേണം കരുതാൻ. ഇനി എങ്ങനെ അത് അൺഫ്രീസ് ചെയ്യാമെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആവുന്നുണ്ടോ? വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്ത് 10-100 വ്യൂസ് കിട്ടിയതിനു ശേഷം വ്യൂസ് ചക്കാവുന്നുണ്ടോ? എങ്കിൽ ഇനി പേടിക്കേണ്ട. വെറും 2 മിനിറ്റിൽ തന്നെ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും ഇനി അത് ഫ്രീസ് ആണെങ്കിൽ തന്നെ അൺഫ്രീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളും എന്നെ പോലുള്ള ഒരു ക്രിയേറ്റർ ആയിരിക്കും. ഡെയിലി ഷോർട്സും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകാം. എങ്കിലും പക്ഷേ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് ഇപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കില്ല. സ്വാഭാവികമായും ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് വലിയ വിഷമം ഉണ്ടായിരിക്കും. ഡെയിലി ഞാൻ എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു, എൻ്റെ വ്യൂസ് ഒക്കെ കുറഞ്ഞു വരുന്നു, എൻ്റെ ചാനൽ ഫ്രീസ് ആയതുകൊണ്ടാണോ എന്നൊക്കെയുള്ള ഡൗട്ട് കാണും. ഇതറിയണമെങ്കിൽ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ചാനലിൽ വ്യൂസും കുറഞ്ഞു വരുമ്പോഴേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ചാനൽ ഫ്രീസ് ആണെങ്കിൽ അത് അൺഫ്രീസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഡെഡ് ആയി പോകും. പിന്നെ അത് ഗ്രോ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്കുള്ള ഒരു കാര്യമാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ടിട്ട് നിങ്ങളുടെ ചാനലിൽ ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നമുക്ക് താഴെ കാണുന്ന അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ കഴിയും ട്രെൻഡ്സ്, ഓവർവ്യൂ, കണ്ടന്റ്, ഓഡിയൻസ്, റവന്യൂ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ്. അതിൽ റവന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മോണിറ്റൈസ്ഡ് ആയ ചാനൽസിന് മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്കും കാണാനായിട്ട് കഴിയും. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ കണ്ടന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനലിന്റെ ഫുൾ ഡേറ്റ ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടും. ഇനി ലാസ്റ്റ് 28 ഡേയ്സിൽ എൻ്റെ വീഡിയോസിന് എത്ര വ്യൂസ് കിട്ടി, പിന്നെ ഇംപ്രഷനിലൂടെ എത്ര വ്യൂ കിട്ടി, ഇംപ്രഷൻ ത്രൂ ക്ലിക്കിലൂടെ എത്ര വ്യൂ കിട്ടി, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും, ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവർ വീഡിയോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ വീഡിയോസിന് ഏതൊക്കെ സോഴ്സ് വഴിയാണ് വ്യൂസ് കിട്ടിയതെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുകയില്ല. അപ്പോൾ അതിൽ ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് റെക്കമെൻഡേഷൻ, രണ്ടാമത്തേത് ബ്രൗസ് ഫ്യൂച്ചർ. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണ് എന്നുണ്ടെങ്കിൽ ബ്രൗസ് ഫ്യൂച്ചർ വഴി നിങ്ങൾക്ക് വ്യൂസ് കിട്ടില്ല. മൂന്നാമത്തേത് സജസ്റ്റഡ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 സോഴ്സിൽ നിന്നും വ്യൂസ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി എന്ന് വേണം കരുതാൻ. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. എനിക്കിവിടെ ബ്രൗസ് ഫീച്ചർ, സജസ്റ്റഡ് വീഡിയോ ഇവയിൽ നിന്നെല്ലാം വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോഴ്സിൽ നിന്നും അല്ല വ്യൂസ് കിട്ടുന്നത്, മറ്റേതെങ്കിലും സോഴ്സ് വഴിയാണ് വ്യൂസ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി എന്ന് വേണം കരുതാൻ. അതല്ല, നിങ്ങൾക്ക് ഈ സോഴ്സിൽ നിന്നും വ്യൂസ് ലഭിക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് വ്യൂസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ചാനൽ ഫ്രീസ് അല്ല. പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് പെർഫെക്ഷൻ പോരാ. കുറച്ചുകൂടെ ക്ലാരിറ്റിയിലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ബ്രൗസ് ഫീച്ചർ വഴിയും സജസ്റ്റഡ് വീഡിയോസ് വഴിയും ഇംപ്രഷൻ ത്രൂ ക്ലിക്ക് വഴിയൊക്കെ നമ്മുടെ വീഡിയോസിന് വ്യൂസ് കൂടുതലായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണ് എന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെ അത് അൺഫ്രീസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ ഇന്ന് തന്നെ നിങ്ങളുടെ ചാനലിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കണ്ടീഷൻസിലേക്ക് വരാം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈവ് സ്ട്രീം ആണ്. നിങ്ങൾ ഒരേ ടൈം കീപ്പ് ചെയ്തിട്ട് ലൈവ് സ്ട്രീം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ബ്രൗസ് ഫീച്ചറിലൂടെ നമുക്ക് വ്യൂസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുവഴി നമ്മുടെ ചാനൽ ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപ്രസീവ് തമ്പനെയിൽ. നിങ്ങളുടെ വീഡിയോസിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്രഷൻ ത്രൂ ക്ലിക്കിലൂടെ നമ്മുടെ വ്യൂസ് കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപ്രസീവ് തമ്പനെയിൽ. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി നിൽക്കുന്ന സമയത്ത് മിനിമം 8 മിനിറ്റിൽ കുറയാത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ കണ്ടീഷൻ കൺസിസ്റ്റൻസി.
കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡെയിലി ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഓരോ വീഡിയോ വെച്ചിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. അല്ല, നിങ്ങൾ 2 ദിവസത്തിൽ ഒരിക്കലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ തോന്നിയതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു റൊട്ടീൻ കീപ്പ് ചെയ്ത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സോഴ്സിൽ നിന്നല്ല നിങ്ങൾക്ക് വ്യൂസ് കിട്ടുകയും ചെയ്യും. ഫ്രീസ് ആയ ചാനലുകളെ നമുക്ക് അൺഫ്രീസ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനും ഇനി ഫ്രീസ് ആയ ചാനൽ എങ്ങനെ അൺഫ്രീസ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. എനിക്ക് മാക്സിമം അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ സ്വന്തം യൂട്യൂബ് ചാനലിന്റെ പാസ്വേഡ് മറന്നുപോയിട്ടുള്ളവരായിരിക്കും നമ്മളിൽ ഒട്ടനവധി പേര്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും അതെങ്ങനെ പുതുതായിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആൾക്കാർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം, മുകളിൽ ഐ ബട്ടണിലും അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ കാണാത്തവർ അതൊക്കെ കയറി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.